നിധിയും നിക്ഷേപവും എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. COVID-19 കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ക്ലാസ്സുകൾ തരണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഉദ്യമം തുടങ്ങുന്നത്. എൻ്റെ പേര് ഡോക്ടർ VM സേവിയർ. 32 വർഷം സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ ജോൺ മത്തായി സെന്ററിലെ MBA പ്രോഗ്രാം അതിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഈ ക്ലാസ് പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ്സാണ്. എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിലെ കോടീശ്വരനാകാൻ സാധിക്കുക, അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ രത്നച്ചുരുക്കം. അതിന് പല ഘടകങ്ങളായി ഞാൻ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, കോടീശ്വരനായാൽ എന്ത് നേട്ടം, കോടീശ്വരനാകാൻ ചെയ്യേണ്ട മാർഗങ്ങൾ എന്ത്, വ്യത്യസ്തമായ സമ്പാദ്യ മേഖലകൾ ഏത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ത് എന്നീ കാര്യങ്ങളെ പറ്റിയിട്ടാണ് എൻ്റെ ഈ ഇന്നത്തെ ഡിസ്കഷൻ തുടങ്ങുന്നത്. പലരും മുന്തിരിത്തോട്ടത്തിലെ പണ്ട് പോയ ഒരു കുറുക്കൻ്റെ കഥ എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരികയാണ്. പലർക്കും കോടീശ്വരനാവാൻ പറ്റാതെ വന്നപ്പോൾ പണ്ട് കുറുക്കൻ പറഞ്ഞ പോലെ മുന്തിരിക്ക് വേണ്ടി ചാടി കിട്ടാണ്ടായപ്പോൾ മുന്തിരി കക്കിണു പുളിക്കണു എന്ന് പറഞ്ഞ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവർക്കും കോടീശ്വരനാകാം എന്നുള്ള ഒരു ഉറപ്പ് തന്നുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് തുടങ്ങുന്നത്. ഇവിടെ കക്കിണു പുളിക്കണു എന്ന് പറഞ്ഞ് നമുക്ക് പോറ്റി വരില്ല. എല്ലാവർക്കും കോടീശ്വരനാവാം. നമ്മൾ റിയാലിറ്റി ഷോയിലൊക്കെ പലതിലും നിങ്ങൾക്കും കോടീശ്വരനാകാം എന്ന് പറയുമ്പോൾ അതിൽ 1-2 വ്യക്തികൾക്ക് മാത്രമാണ് കോടീശ്വരനാവാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിലെ കോടീശ്വരന്മാരായി മാറാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് തന്നുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് കോടീശ്വരനാവാൻ സാധിക്കുക, എന്താണ് കോടീശ്വരനായതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടം? പലരും വളരെ ഫിലോസഫിക്കലായിട്ട് പറയാറുണ്ട്, എന്തിനാണ് അധികം പണം, പണം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലേ നമുക്ക് മണമുള്ളൂ. നമ്മൾ കൂടുതൽ പണം സമ്പാദിക്കും തോറും നമുക്ക് ഉയർന്ന ജീവിത നിലവാരം പുലർത്താനായിട്ട് കഴിയും. ഉദാഹരണത്തിന്, ഇന്ന് നിങ്ങളുടെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ കുട്ടികൾ പലരും നാട്ടുപുറങ്ങളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള പട്ടണങ്ങളിലെ ഏതെങ്കിലും സ്കൂളുകളിലായിരിക്കും പഠിക്കുന്നുണ്ടാകുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ നാട്ടുപുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിലോ ഉള്ള അടുത്തുള്ള കോളേജുകളിൽ അവരേതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് ചേരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നാട്ടിലെ ഏതെങ്കിലും കമ്പനികളിലോ അല്ലെങ്കിൽ വിദേശത്തോ ഏതെങ്കിലും കമ്പനികളിലോ പോയി ജോലി ചെയ്യുന്നു. അവരുടെ വിദ്യാഭ്യാസം അതോടെ കഴിഞ്ഞു. നിങ്ങൾക്കൊരു വിദേശ യാത്ര പോകണം അല്ലെങ്കിൽ ഒരു ടൂർ പോകണം, ആനുവൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്ക പോലെയുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലോ പോയി ടൂർ പോകാനായിട്ടുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കുണ്ടോ? വാർദ്ധക്യകാലത്ത് നിങ്ങൾക്ക് അസുഖം വന്നാൽ നല്ലൊരു ചികിത്സ വേണമെങ്കിൽ സർക്കാർ ആശുപത്രികളെയൊക്കെ നോക്കി നിൽക്കാതെ സ്വന്തമായി കീശയിൽ നിന്ന് പണം എടുത്ത് ചികിത്സ ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പം ഇതിനൊക്കെ പണം വേണം. ഈ പണം ഇല്ല എങ്കിൽ നമുക്ക് ഇതിനൊന്നും സാധിക്കുകയില്ല. അപ്പം പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കാൻ സാധിക്കും. അത് പാവപ്പെട്ടവന് സാധിക്കും, പണക്കാരനും സാധിക്കും. അതിന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആകെ രണ്ട് പ്രിൻസിപ്പിൾ മാത്രമാണ്, തത്വം മാത്രമാണ് നമ്മൾ ഈ ധനവാനാകണമെങ്കിൽ പാലിക്കേണ്ടതുള്ളൂ. അത് ഒന്ന്, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അച്ചടക്കം. അതുപോലെ തന്നെ മറ്റൊന്ന് കാത്തിരിക്കാനായിട്ടുള്ള ക്ഷമ.
നമ്മൾ അതിനെ പറയുന്നത് പേഷ്യൻസ്. ഈ രണ്ട് കാര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിലെ കോടീശ്വരന്മാരായിട്ട് മാറാനായിട്ട് സാധിക്കും. എന്താണ് ഈ സാമ്പത്തിക അച്ചടക്കം? സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പണം മുഴുവൻ നമ്മൾ ചെലവാക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ തമ്പുരുകൾ പ്രകാരം പറയുന്നത് നമുക്ക് എത്രയോ നമ്മുടെ വരുമാനമായിക്കോട്ടെ, മാസവരുമാനം ചിലപ്പോൾ 10,000 ഉറുപ്പ്യാകാം, ചിലപ്പോൾ 20,000 ഉറുപ്പ്യാകാം, ചിലപ്പോൾ 50,000 രൂപയാകാം, ചിലപ്പോൾ ലക്ഷങ്ങളാകാം. എത്ര വരുമാനമായാലും ചുരുങ്ങിയത് അതിൻ്റെ ഒരു 20% നമ്മൾ നിക്ഷേപത്തിന് വേണ്ടി മാറ്റിവെക്കണം. ബാക്കിയുള്ള പൈസ കൊണ്ട് മാത്രമേ നമ്മൾ ചെലവഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചെലവുകളെ രണ്ടായി നമ്മൾ തരംതിരിക്കുകയാണ്. ഒന്ന് മാറ്റിവെക്കാവുന്ന ചെലവുകളും, ഒന്ന് അത്യാവശ്യ ചെലവുകളും. തീർച്ചയായിട്ടും അത്യാവശ്യ ചെലവുകൾക്ക് നമ്മൾ പണം ചെലവഴിച്ച് മതിയാവും. നമുക്ക് ഭക്ഷണം വേണം, നമുക്ക് വസ്ത്രം വേണം, നമുക്ക് മരുന്നുകൾ മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് അടയ്ക്കേണ്ടി വരും. ഇതൊന്നും നമുക്ക് മാറ്റിവെക്കാനായിട്ട് പറ്റില്ല. പക്ഷെ മാറ്റിവെക്കാവുന്ന മറ്റ് ഒട്ടനവധി ചെലവുകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഈ പ്രാവശ്യം COVID-19 കാരണം നമ്മുടെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വലിയ ആഴ്ച എന്ന ഒരു പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇവിടെ തൃശ്ശൂരെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് വലിയ ആഴ്ചകളിൽ പ്രധാനപ്പെട്ട പല ദിവസങ്ങളുണ്ട്. പെസഹാവ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ദിനം. പലപ്പോഴും ഞാൻ അവിടെ കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായി കുറച്ച് ഉയർച്ചയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾ ഈ 4 ദിവസങ്ങളിലും പ്രത്യേകം പുതിയ ഡ്രസ്സുകൾ അവരെടുക്കാറുണ്ട്. അവിടെയാണ് എൻ്റെ ചോദ്യം, ഇത് ആവശ്യമാണോ അനാവശ്യമാണോ? ആവശ്യമെങ്കിൽ നമുക്ക് എടുക്കണം. പക്ഷെ ഓരോ ദിവസത്തിനും ഓരോ പുതിയ ഡ്രസ്സ് വേണം, ഓരോ പുടവ വേണമെന്ന് പറയുമ്പോൾ അത് അനാവശ്യമായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മൊബൈൽ ഫോൺ വേണം. മൊബൈൽ ഫോൺ നമുക്ക് 5,000-ന് കിട്ടും, 10,000-ന് കിട്ടും, 20,000-ന് കിട്ടും, 50,000-ന് കിട്ടും, ലക്ഷത്തിന് കിട്ടും. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇത് മുടക്കാനായിട്ടുള്ള കഴിവുണ്ടോ? എത്രമാത്രം നിങ്ങൾക്ക് ചെലവഴിക്കാം? നിങ്ങൾ കടമെടുത്ത് സാധനങ്ങൾ മേടിച്ച് ഒരു കടക്കടിയിൽ ചെന്ന് പെടണോ? എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, കടം എപ്പോഴും അപകടമാണ്. ആവുന്നതും കടം എടുക്കാതിരിക്കുക. നമ്മുടെ ചെലവുകളെ നമ്മൾ ലഘൂകരിക്കുക. നമ്മുടെ വരവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെലവഴിക്കാൻ പഠിക്കുക. നമുക്ക് 10,000 ഉറുപ്പ്യ വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ ചെലവുകളെ 8,000 ഉറുപ്പ്യയിൽ അവസാനിപ്പിക്കണം. അങ്ങനെ ഒരു ജീവിത രീതി നമ്മൾ പഠിക്കണം. അല്ലാണ്ട് 10,000 രൂപ കിട്ടുന്നത് നമ്മൾ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നമുക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണണം, അതൊരു അനാവശ്യ ചെലവാണ്. എല്ലാ ദിവസവും നമുക്ക് ബ്രാൻഡി ഷാപ്പിൽ പോയി ബ്രാൻഡി മേടിച്ചു കൊണ്ടുവരണം, കഴിക്കണം, അതൊരു അനാവശ്യ ചെലവാണ്. അതുപോലെ മാറ്റിവെക്കാവുന്ന ഒട്ടനവധി ചെലവുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരും. അപ്പം ആവുന്നതും മാറ്റിവെക്കാവുന്ന ചെലവുകൾ നിർബന്ധപൂർവം മാറ്റിവെക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് വളരെ സുഖമായിട്ട് ജീവിക്കാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടന്നൊന്നും മരിക്കില്ല. നമുക്ക് നമ്മുടെ സർക്കാർ നമ്മളെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും നമ്മൾ പട്ടിണി കിടക്കാതെ നമ്മളെ അവർ നോക്കും. പിന്നെ എന്തിനാണ് നമ്മുടെ ചെലവ്? മറ്റും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ചെലവുകൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചെലവുകളെ എപ്പോഴും നമ്മുടെ വരുമാനത്തിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ ചെലവഴിക്കേണ്ടത്. ഈ വരുമാനം എത്രയുണ്ടെന്ന് ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കണം, കുടുംബത്തിലെ എല്ലാവരും അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഈ വരുമാനത്തിന്റെ അതുപോലെ തന്നെ ചെലവിന്റെ കാര്യമൊക്കെ വീട്ടിലെ ഭർത്താക്കന്മാരെ മാത്രം ജോലിയായിട്ടാണ് പലപ്പോഴും സ്ത്രീകൾ കാണാറ്. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായി, അദ്ദേഹം ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ വളരെ വൃദ്ധരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിന് 50 വർഷം വിവാഹം കഴിഞ്ഞ് പൂർത്തിയാക്കിയ ഒരു ദമ്പതിമാരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വർഷക്കാലം സുഖമായി ജീവിച്ചത്, കുഴപ്പമില്ലാതെ ജീവിച്ചത്?
നല്ല ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചത്. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ എൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ കേൾക്കും, വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഞാൻ പറയുന്നത് അവളും കേൾക്കും. അപ്പോൾ അദ്ദേഹത്തിന് വളരെ കൗതുകം തോന്നി, എന്താണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ? അപ്പോൾ പറഞ്ഞു, ഇന്ന് ഏത് ഹോട്ടലിൽ നമ്മൾ ഭക്ഷണത്തിന് പോകണം, ഏത് സിനിമയ്ക്ക് പോകണം, ഷോപ്പിങ്ങിന് ഏത് കടയിൽ പോകണം എന്നുള്ള കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് ഞാൻ ഭാര്യ പറഞ്ഞത് കേൾക്കും. പിന്നെ എന്താ വലിയ വലിയ കാര്യങ്ങളാണ്? അതാണ് പറഞ്ഞത്, ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷമാണോ ജയിക്കുക, അതോ UDF ആണോ ജയിക്കുക, അല്ലെങ്കിൽ ഇനി അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് ശേഷം ആരായിരിക്കും, ട്രംപ് അടുത്ത ഇലക്ഷനിൽ ജയിക്കുമോ, ഈ വക കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുക ഭർത്താവായിരിക്കും. അത് ഭാര്യ അനുസരിക്കും. അങ്ങനെ ആണ് അവർ വളരെ സന്തുഷ്ട കുടുംബം കൊണ്ടുപോയെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കാര്യത്തില്, നമ്മുടെ സാമ്പത്തിക കാര്യത്തില് നമ്മൾ മറ്റൊരു തീരുമാനമാണ് എടുക്കേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നിട്ട് വേണം വരുമാനത്തെ പറ്റി മനസ്സിലാക്കാനും അത് ചെലവഴിക്കാനും. ഭാര്യയ്ക്ക് അറിയണം ഭർത്താവിന് എത്ര വരുമാനമുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് എത്ര വരുമാനമുണ്ട്, നമ്മുടെ വരുമാനം എത്രയാണ്, നമുക്ക് നിർബന്ധമായും ചെലവാക്കേണ്ട ചെലവുകൾ എത്രയാണ്. അത് രണ്ടു കൂട്ടരും പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആ വീട്ടിലെ ചെലവുകൾ ചെയ്യാൻ. വീട്ടിലെ മക്കളുണ്ടെങ്കിൽ അവരെയും ഇത് ധാരണപ്പെടുത്തണം. അല്ലാതെ ഒരു ഭാഗത്തു നിന്ന് വരുമാനം വരുന്നു, ഒരു ഭാഗത്തു നിന്ന് ചെലവ് വരുന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് രണ്ടറ്റവും മുട്ടാറില്ല. അങ്ങനെ നമ്മുടെ ചെലവുകൾ നമ്മൾ പിശുക്കി ജീവിക്കാൻ പഠിച്ചാൽ നമുക്ക് ആദ്യ കടമ്പ കടന്നു എന്ന് പറയാം. അപ്പോൾ എനിക്കിത്രയും പറയാനുള്ളൂ. വളരെ സാമ്പത്തിക അച്ചടക്കത്തോടു കൂടെ നമ്മൾ ജീവിക്കണം. അനാവശ്യ ചെലവുകൾ ചുരുക്കണം, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുക. ഇത്രയും കാര്യം ചെയ്താൽ ആദ്യത്തെ കടമ്പ നമ്മൾ കടന്നു. പിന്നെ രണ്ടാമത്തെ കടമ്പയാണ് നമ്മുടെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ക്ഷമ, കാത്തിരിക്കാനായിട്ടുള്ള ക്ഷമ. ഇത് പറയുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങളെയൊക്കെ ഞാൻ കോടീശ്വരന്മാരാക്കാമെന്ന് പറഞ്ഞു. ഈ കോടീശ്വരനാവാൻ എന്ന് പറയുന്ന കാര്യം 1 വർഷം കൊണ്ട് സംഭവിക്കില്ല, 2 വർഷം കൊണ്ട് സംഭവിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ 30, 40, 50 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ എളുപ്പം. വയസ്സായ ആളുകൾക്കൊന്നും ഇനി, എന്നെ പോലെയുള്ള ഒരാൾക്കൊന്നും ഇനി അടുത്തൊരു 50 വർഷം കാത്തിരിക്കാനോ 40 വർഷം കാത്തിരിക്കാനോ കഴിഞ്ഞൊന്നും വരില്ല. അപ്പൊ ചെറുപ്പക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ചും ഈ ഞാൻ പറയുന്ന ഈ ക്ഷമ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഫൈനാൻഷ്യൽ പേഷ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾക്കൊക്കെ കോടീശ്വരന്മാരാകാം. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചെസ് ബോർഡിൽ നമ്മൾ പല കോളങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കോളത്തിൽ നമുക്ക് ആകെ അറിയാം 64 കോളമാണ് ആ ചെസ് ബോർഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ കോളത്തിൽ ഒരിക്കൽ ആ ചെസ് എന്ന് പറയുന്ന ഗെയിം കണ്ടുപിടിച്ച വ്യക്തി ഈ ചെസ് കൊണ്ട് രാജാവിൻ്റെ അടുത്ത് ചെന്നു. അല്ലയോ രാജാവേ, ഞാനൊരു പുതിയ കളി കണ്ടുപിടിച്ചിട്ടുണ്ട്, താങ്കൾ എന്നോടൊപ്പം ഇരുന്ന് കളിക്കൂ, നമുക്കത് ആസ്വദിക്കാം. രാജാവുമായി അദ്ദേഹം കളിച്ചു. കളി രാജാവിന് സന്തോഷമായി. ഈ രാജാവിനൊരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം തൻ്റെ രാജ്യത്ത് ഇതുപോലെയുള്ള കണ്ടുപിടുത്തം നടത്തുന്ന ആളുകൾക്കൊക്കെ ഉദാരമായ സംഭാവനകൾ ചെയ്യാറുണ്ട്, സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇതുപോലെ ഈ കളി കണ്ടുപിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അല്ലയോ ശിഷ്യ, അല്ലയോ ഭൃത്യ, നിനക്ക് എന്താണ് നിനക്ക് സമ്മാനമായി തരേണ്ടത്? അയാൾ ആദ്യം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. പക്ഷെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും രാജാവേ, ഈ ചെസ് ബോർഡിൽ നമുക്ക് 64 കള്ളികളാണുള്ളത്. ആദ്യത്തെ കള്ളിയിൽ നിങ്ങൾ ഒരു സ്വർണ്ണനാണയം വയ്ക്കൂ, രണ്ടാമത്തെ കള്ളിയിൽ നമ്മൾ അതിൻ്റെ ഇരട്ടി വയ്ക്കൂ, മൂന്നാമത്തെ കള്ളിയിൽ അതിൻ്റെ ഇരട്ടി വയ്ക്കൂ. അങ്ങനെ 64ാമത്തെ കള്ളിയിൽ നമ്മൾ ഇത് വെക്കുമ്പോൾ നമുക്ക് എത്രയായിരിക്കും നമുക്ക് കിട്ടുക, അത് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. രാജാവ് വിചാരിച്ചു ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷെ ആ സംഖ്യ
ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് ആയിട്ട് തരാണ് അടുത്ത ക്ലാസ്സിന് മുമ്പ്. അത് എത്രയാണെന്ന് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അത് റൂട്ടും അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയറും എന്ന് പറഞ്ഞാൽ പോരാ, സംഖ്യ എത്രയാണെന്ന് നിങ്ങളൊന്ന് SMS ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാവും. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറയുണ്ടായി, ഈ ലോകത്ത് നമ്മൾ 7 മഹാത്ഭുതങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഈ ലോകത്ത് 8ാമതൊരു മഹാത്ഭുതം കൂടിയുണ്ട്. അതാണ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ ഇഫക്റ്റാണ് നമ്മൾ ഈ ചെസ് ബോർഡിൽ നമ്മൾ കാണുന്നത്. 64 കോളത്തില് ഒറ്റ രൂപ ഡബിൾ ചെയ്ത് പോകുമ്പോൾ 64ാമത്തെ കോളത്തിൽ എത്തുമ്പോൾ അത് എത്ര രൂപയാവുന്നത് നമ്മുടെ മനസ്സുകൾക്ക് കണക്ക് കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സംഖ്യ എത്രയാണെന്ന് നിങ്ങൾ പറയാം. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ വ്യാപ്തി എത്രയാണ്. ഇതാണ് നമ്മുടെ 2ാമത്തെ പ്രിൻസിപ്പളിന്റെ ഏറ്റവും പ്രധാന കാരണം, ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്. പവർ ഓഫ് കോമ്പൗണ്ടിങ്ങും പവർ ഓഫ് ഡിസ്കൗണ്ടിങ് 2 കൺസെപ്റ്റുകളാണ് ഈ ടൈം വാല്യൂവിൽ നമ്മൾ പഠിക്കാറ്. അപ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞത്, ഇന്ന് നമ്മളൊരു സംഖ്യ ബാങ്കിൽ ഇട്ടാൽ 1 വർഷം കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? ഒരു സംഖ്യ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? ഒരു സംഖ്യ ഇന്ന് ബാങ്കിൽ ഇട്ടാൽ 3 വർഷം കഴിഞ്ഞാൽ എത്രയായിരിക്കും? ആ കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ കോമ്പൗണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് നമുക്കൊരു സംഖ്യ കിട്ടുന്നത് അത് ഇന്നത്തേത് വെച്ച് നോക്കുമ്പോൾ അത് എത്ര സംഖ്യക്ക് തുല്യമാണ്. ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ഒരു സംഖ്യ ഇന്നത്തെ കണക്കിൽ കണക്കാക്കുമ്പോൾ, പലിശ കണക്കാക്കുമ്പോൾ എത്രയാണ് ആ സംഖ്യ എന്നതാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൽ കൂടെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിച്ച് വരിക. അതിനുള്ള ക്ലാസ്സുകൾ ഞാൻ കൂടുതലായിട്ട് നാളെ തരും, അല്ലെങ്കിൽ അടുത്ത ദിവസം തരും. അതുവരേക്കും നിങ്ങൾ ഈ സംഖ്യ ഒന്ന് കണ്ടുപിടിച്ച് എനിക്ക് പറ്റുമെങ്കിൽ അതിന്റെ എമൗണ്ട് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നല്ലതാണ്. നന്ദി, സന്തോഷം.